നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യപ്രചാരണം ബുധനാഴ്ച വരെ. വോട്ടുറപ്പിക്കാനുള്ള അവസാന തത്രപ്പാടിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. വോട്ട് ചെയ്ത പരിശോധനകൾക്ക് ശേഷം സീൽ ചെയ്ത EVMകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ഭരണാധികാരികളുടെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷൻ. പിക്കപ്പ് വാനിൽ വാഴക്കുലകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയ 152 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടുകൽ പോലീസ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. ഇവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരെന്ന് പോലീസ്. വേനൽ കത്തുന്നു. കുടിവെള്ളമില്ലാതെ നട്ടം തിരിഞ്ഞ് ആദിവാസി ഊരുകളും. ആനമൂളി കോളനിയിൽ 25ഓളം കുടുംബങ്ങൾ വെള്ളമില്ലാതെ ദുരിതത്തിൽ. കുടിക്കുന്നത് പുഴയിൽ ചെറിയ കുഴികളുണ്ടാക്കി ഊറിവരുന്ന വെള്ളം. വിശദമായ വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കും. വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പാലക്കാട് മത്സരരംഗത്തുള്ളത്. സംസ്ഥാനത്ത് വേനൽ ചൂടിനെ മറികടക്കുകയാണ് രാഷ്ട്രീയ ചൂട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഇനി 4 നാൾ മാത്രം. 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം 24-ന് അവസാനിക്കും. ഇതിനു മുമ്പായി തന്നെ വോട്ടുറപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. ഇത്തവണ ആവശ്യത്തിലേറെ സമയം സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് ലഭിച്ചു എന്നതിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ചില സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണം ആരംഭിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ റോഡ് ഷോയും പിന്നീട് കുടുംബയോഗങ്ങളും സ്വീകരണങ്ങളും പൊതുയോഗങ്ങളുമെല്ലാമായി സ്ഥാനാർത്ഥികൾ 4ഉം 5ഉം വട്ടം തങ്ങളുടെ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിക്കഴിഞ്ഞു. കടുത്ത ചൂട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്പം വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും തളർച്ചയില്ലാതെ തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറയുന്നുണ്ട്. ഇനിയുള്ള വിരലിലെണ്ണാവുന്ന ദിനങ്ങളിൽ വേണ്ടപ്പെട്ടവരെയെല്ലാം കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാവും സ്ഥാനാർത്ഥികൾ. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തന്നെയാണ് ഇത്തവണ ഉള്ളത്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ തന്നെയാണ് മണ്ഡലത്തിൽ ആദ്യം പ്രചാരണം തുടങ്ങിയത്. ഇത്തവണ NDA പ്രതീക്ഷയർപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ ജില്ലയിലെത്തിച്ച് പ്രചാരണം തുടങ്ങിയ C. കൃഷ്ണകുമാർ പാലക്കാട് ലക്ഷ്യമിടുന്നത് വിജയം തന്നെയാണ്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടത് ക്യാമ്പുകളുടെ പ്രവർത്തനം. പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവനിലൂടെ അത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ. എണ്ണയിട്ട യന്ത്രം പോലെ ബൂത്ത് തലം മുതൽ സജീവമാണ് ഇടത് ക്യാമ്പുകളുടെ പ്രവർത്തനം. കേന്ദ്ര സർക്കാരിൻ്റെ ഭരണവൈകല്യങ്ങളും കോൺഗ്രസിൻ്റെ പോരായ്മകളുമെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇടത് നേതാക്കൾ പ്രചാരണം കൊഴിപ്പിക്കുന്നത്. മുഴുവൻ സീറ്റിലും വിജയിക്കുമെന്നവർ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വമ്പൻ തോൽവി ഒഴിവാക്കാൻ തന്നെയാണ് ഇടത് ക്യാമ്പുകളുടെ പരിശ്രമം. UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനും പാലക്കാട് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വലത് ക്യാമ്പുകളുടെ പ്രതീക്ഷ. താൻ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഒപ്പം കേരള സർക്കാരുകളുടെ നയസമീപനങ്ങൾ തുറന്നുകാട്ടിയുമാണ് UDFൻ്റെ പ്രചാരണം. രാഹുൽ ഗാന്ധിയെ വരെ പ്രചരണത്തിനിറക്കി മണ്ഡലം എന്തു വില കൊടുത്തും നിലനിർത്താൻ UDFും കഴിഞ്ഞ പ്രയത്നം തന്നെയാണ് നടത്തുന്നത്. ഇതെല്ലാം പാലക്കാട്ടെ പോരാട്ടം ഇത്തവണ പ്രവചനാതീതമാക്കുന്നു. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 10 സ്ഥാനാർത്ഥികളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ മത്സരരംഗത്തുള്ളത്. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ ഞായറാഴ്ച പട്ടാമ്പി മണ്ഡലത്തിൽ പര്യടനം നടത്തി. രാവിലെ വല്ലപ്പുഴയിൽ നിന്നും പര്യടനം ആരംഭിച്ചു. ഓങ്ങല്ലൂർ, പട്ടാമ്പി നഗരസഭ, മുതുതല എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി വോട്ടഭ്യർത്ഥിച്ച് എത്തി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും ഒരുക്കിയിരുന്നു. UDF നേതാക്കളും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ഇന്ത്യയെ 8ആയി വിഭജിക്കാൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമുണ്ട്. ഇന്ത്യയെ 8 കഷ്ണങ്ങളാക്കുക. സോവിയറ്റ് യൂണിയനെ തകർത്തതുപോലെ അടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാകുന്ന നമ്മുടെ രാജ്യത്തെ തകർക്കുക. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഗൂഢാലോചനകളുണ്ട്. ഞാൻ വിശദമായി പോകുന്നില്ല. ബഹുരാഷ്ട്ര കമ്പനികൾ, കുത്തക മുതലാളിമാർ സ്ഥാപിത താല്പര്യം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ഒരു ശക്തമായ ഭരണകൂടമല്ലെങ്കിൽ ഈ രാജ്യത്തെ ശിഥിലമാക്കാനുള്ള പ്രവർത്തനം നടത്തിയാൽ അത് ആ തരത്തിലുള്ള ഏറ്റവും വലിയ ബഹുരാഷ്ട്ര കുത്തകകൾക്ക് ഗുണപ്രദമാകും. അപ്പോൾ ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി എന്നൊക്കെ വേർതിരിച്ച് വിഭാഗീയത ഉണ്ടാക്കുന്നതിന് പിന്നിൽ
വലിയ ഗൂഢമായ ഉദ്ദേശമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമനമ്പർ, സ്ഥാനാർത്ഥികളുടെ പേര്, ഫോട്ടോ, ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് പേപ്പറും വിവിപാറ്റ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്യേണ്ട ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ വിവിപാറ്റ് മെഷീനിലും സെറ്റ് ചെയ്യുന്ന പ്രക്രിയയാണ് കമ്മീഷനിംഗ്. സംസ്ഥാനത്തെ 140 കേന്ദ്രങ്ങളിലായാണ് കമ്മീഷനിംഗ് നടന്നത്. പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പട്ടാമ്പി ഗവൺമെൻറ് കോളേജിലാണ് നടന്നത്. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്ന ഏജന്റ്, ജില്ലയിലേക്ക് അനുവദിച്ച ബെൽ എഞ്ചിനീയർ, തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് വരണാധികാരികളുടെ നേതൃത്വത്തിൽ കമ്മീഷനിംഗ് നടന്നത്. ബാലറ്റ് സെറ്റ് ചെയ്ത ശേഷം ഓരോ EVMലും ഓരോ വോട്ട് ചെയ്ത് മെഷീന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തി. തുടർന്ന് അവ സീൽ ചെയ്തു. ശേഷം ഓരോ അസംബ്ലി സെഗ്മെന്റിലും ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്ന് റാൻഡമായി തിരഞ്ഞെടുത്ത 5% EVMകളിൽ 1000 വീതം വോട്ട് രേഖപ്പെടുത്തി പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തി EVMകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. സ്ട്രോങ് റൂമുകളിൽ വരച്ചിട്ടുള്ള നിശ്ചിത കള്ളിയിൽ അഡ്രസ് ടാഗ് ചെയ്ത് ക്രമീകരിച്ചാണ് വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ഓരോന്നും സൂക്ഷിക്കുന്നത്. ഇവ വോട്ടെടുപ്പിന് തലേന്ന് സ്ട്രോങ് റൂം തുറന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും. EVMകളുടെ കമ്മീഷനിംഗ് പ്രക്രിയ പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്തിരുന്നു. സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് ഇവ സൂക്ഷിച്ചിട്ടുള്ളത്. കടുത്ത ചൂട്. വോട്ടെടുപ്പ് ദിവസം പാലക്കാട് ജില്ലയിൽ വൈദ്യസഹായം ലഭ്യമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസ്. അത്യാവശ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകൾ തോറും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കാനാണ് തീരുമാനം. വോട്ടെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ വൈദ്യസഹായം ലഭ്യമാക്കാനാണ് തീരുമാനം. ഏപ്രിൽ 25-ന് തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളിലും 26-ന് പ്രസ്തുത സാമഗ്രികളുടെ സ്വീകരണ കേന്ദ്രങ്ങളിലും അടിയന്തര വൈദ്യസഹായത്തിനായി ഓരോ നഴ്സും നഴ്സിംഗ് അസിസ്റ്റന്റും ഉൾപ്പെടുന്ന പാരാമെഡിക്കൽ സംഘത്തിന്റെ സേവനവും ആവശ്യമരുന്നുകളുടെ മെഡിക്കൽ കിറ്റും ഉണ്ടായിരിക്കും. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ഓരോ പോളിംഗ് ബൂത്തിന്റെയും അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിന്റെയും റഫറൽ ആശുപത്രികളുടെയും വിവരങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസ് അധികൃതർ കൈമാറിയിട്ടുണ്ട്. അത്യാവശ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകൾക്ക് തോറും ആംബുലൻസ് സൗകര്യവും ലഭ്യമാക്കും. ജില്ലയിൽ താപനില കൂടിവരുന്ന സാഹചര്യത്തിൽ ചൂടുകാലത്ത് ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കേണ്ടതിനെക്കുറിച്ചുമുള്ള വീഡിയോകളും പോസ്റ്ററുകളും ഏപ്രിൽ 22 മുതൽ 26 വരെ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും പ്രാദേശിക ചാനലുകൾ വഴിയും ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും കൈമാറുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പിക്കപ്പ് വാനിൽ ഒളിപ്പിച്ചു കടത്തിയ 152 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടുകൽ പോലീസ് പിടികൂടി. 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ കണ്ണികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു. മണ്ണാർക്കാട്, കാഞ്ഞിരം, ഓടാല, സുലൈമാൻ, കല്ലാങ്കുഴി, തൃക്കളൂർ, പൊട്ടൻതൊടി, സത്താർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും പിടിച്ചെടുത്ത 142 ചാക്ക് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് 7 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് പോലീസ് മേധാവി R. ആനന്ദിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നാട്ടുകൽ പോലീസ് ഇൻസ്പെക്ടർ ബഷീർ C. ചിറക്കൽ, സീനിയർ CPOമാരായ മുഹമ്മദ് സനീഷ്, ഓമൻദാസ്, DVR SI സതീഷ് കുമാർ എന്നിവരടങ്ങുന്ന സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. വാഴക്കുല ലോഡിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ ആനമൂളി ആദിവാസി കോളനിയിൽ ശുദ്ധജലമില്ലാതെ വലഞ്ഞ് 25 കുടുംബങ്ങൾ. വറ്റിയ പുഴയിൽ ചെറിയ കുഴികളെടുത്ത് അതിൽ നിന്ന് കപ്പിൽ ശേഖരിക്കുന്ന വെള്ളമാണ് കുടിക്കുന്നത്. വെള്ളം ചൂടാക്കുമ്പോൾ പായൽ ഊറി വരുന്നതായി കോളനി നിവാസികൾ പറയുന്നു. അട്ടപ്പാടി ചുരത്തിൻ്റെ തൊട്ടുതാഴെയാണ് ആനമൂളി ആദിവാസി കോളനി. 25 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ശുദ്ധജലത്തിനായി ചെങ്കുത്തായ കുന്നിറങ്ങി പുഴയിലെത്തണം. പുഴയിലും വെള്ളമില്ല. പുഴയിലെ വെള്ളത്തിൽ ആളുകൾ കുളിക്കുകയും തുണി അലക്കുകയും ചെയ്യുന്നതോടെ മാലിന്യം കലരുന്നതിനാൽ പുഴയിൽ നിന്ന് നേരിട്ട് വെള്ളം ശേഖരിക്കാൻ കഴിയില്ല. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പുഴയോരത്ത് ചെറിയ കുഴികളെടുത്ത് അതിൽ ഊറിവരുന്ന വെള്ളം ചെറിയ പാത്രം കൊണ്ട് മുക്കിയെടുത്ത് കുടങ്ങളിലും കലങ്ങളിലും നിറച്ച് തലച്ചുമടായാണ് വെള്ളം ഊരിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ ഊറിവരുന്ന കുഴിയിലെ വെള്ളം ഒരു വീട്ടുകാർ എടുത്താൽ അടുത്ത വീട്ടുകാർ കുഴിയിൽ വെള്ളം നിറയുന്നതുവരെ കാത്തിരിക്കണം. പ്രായമായവരും രോഗബാധിതരും ബന്ധുക്കളെയാണ് ആശ്രയിക്കുന്നത്. അവർ നൽകുന്ന വെള്ളം ഉപയോഗിച്ചാണ് കഴിഞ്ഞുകൂടുന്നത്. കോളനിയിൽ പൊതുകിണർ ഉൾപ്പെടെ ഒന്നിലേറെ ശുദ്ധജല പദ്ധതികളുണ്ട്. കിണർ ഉപയോഗശൂന്യമാണ്. ഊരിന് താഴെ മറ്റൊരു പൊതുകിണറിൽ സ്ഥാപിച്ച മോട്ടോർ ഉപയോഗിച്ച് ഊരിലെ ജലസംഭരണിയിൽ വെള്ളമെത്തിക്കുന്ന പദ്ധതി വേറെയുമുണ്ട്.
ഏറ്റവും അവസാനമായി ഏതാനും മാസം മുമ്പ് ഊരിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് പുതിയ ജലസംഭരണിയും വീടുകളുടെ സമീപത്ത് പൊതു ടാപ്പുകൾ സ്ഥാപിച്ചു. പക്ഷേ ഈ പദ്ധതിയിലും വെള്ളമില്ല. 3 പദ്ധതികളുടെ പൈപ്പുകൾ തലങ്ങും വിലങ്ങും സ്ഥാപിച്ചിട്ടുണ്ട്. ഊരിന് പിൻഭാഗത്തെ മലയിലെ ചോലയിൽ നിന്ന് ഊരുവാസികൾ സ്വന്തം നിലയ്ക്ക് പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളമാണ് ഇവർ ആശ്രയിക്കുന്നത്. വേനലിൽ ചോലകൾ വറ്റിയതോടെയാണ് ഇവരുടെ കുടിവെള്ളം മുട്ടിയത്. എല്ലാ വർഷവും വേനൽക്കാലമായാൽ വെള്ളത്തിനായുള്ള നെട്ടോട്ടമാണ് ഇവർക്ക്. പല പദ്ധതികളുമായി ജനപ്രതിനിധികളും അധികാരികളും വരുമെങ്കിലും വെള്ളം ലഭിക്കാനുള്ള പദ്ധതിയില്ലെന്ന് ഊരുമുപ്പത്തി ശൈലജ പറഞ്ഞു. പുഴയിലെ വെള്ളം ഉപയോഗയോഗ്യമാണോ എന്ന് പോലും അറിയാതെയാണ് കുടിക്കുന്നത്. വേറെ നിർവാഹമില്ലെന്നും ശൈലജ പറഞ്ഞു. വെച്ച പണി ശരിക്കും ചെയ്യണമെങ്കിൽ ഞങ്ങളിതിൽ ഇത് പറയില്ലായിരുന്നു. കാരണം ഇത് പൈപ്പ് ഫിറ്റ് ചെയ്തപ്പോൾ പുറത്തുനിന്നൊരു വ്യക്തി വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെമ്പർമാരൊക്കെ വിളിച്ചിട്ട് ഊരുകൂട്ടം വെച്ചിട്ടുണ്ടായിരുന്നു. ഊരുകൂട്ടം വെച്ചപ്പോൾ അത് നേരാക്കാന്നാണ് മെമ്പർ പറഞ്ഞത്. മെമ്പറിൻ്റെ ഹസ്ബൻഡാണ് വന്ന് പറഞ്ഞത്. പക്ഷേ പിറ്റൂസായിട്ടൊന്നും പണി തുടങ്ങണില്ല, ചെയ്യണമില്ല സംഭവം. പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നിട്ട് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. എന്നിട്ടും മാഡം വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല, ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇതൊന്നും ശരിക്ക് തന്നെ അത്രയും നല്ലൊരു കാര്യമാണ്. എത്രയോ ആൾക്കാരെന്ന കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് നടക്കുകയാണ്. പിന്നെ പഞ്ചായത്ത് കിണറുണ്ട്, ആ കിണർ നന്നാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നന്നാക്കിയിട്ടില്ല. അതിൽ നാടന്മാർ ഇഷ്ടംപോലെ 10-20 മോട്ടറോളം വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് മോട്ടർ അടിച്ചിട്ടും ഈ ടാങ്കിലേക്ക് വെള്ളം വെക്കുകയാണെങ്കിൽ തന്നെ ആ മോട്ടർ അവിടെ മാറ്റണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനം. പക്ഷെ അവർ ചെയ്യണില്ല. വെള്ളമല്ല അന്നത്തെ കാലം. മഴക്കാലം അതിൽ വെള്ളം കിട്ടും. ഞങ്ങൾക്ക് മഴക്കാലത്ത് വെള്ളം കിട്ടി യാതൊരു കാര്യമില്ല. ഞങ്ങൾക്ക് വേനൽക്കാലത്താണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഇവിടുന്ന് ഇത്രയും 10-20 വീടും കുടുംബങ്ങളും ഉണ്ട്. ആ ഇത്രയും ആൾക്കാരും പുഴയിൽ നിന്നാണ് കുഴിത്തിട്ട് വെള്ളം കൊണ്ടുവരുന്നത്. ആ കുഴിത്തെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നാണ്. അത്രയും ഇതാണ് കൊണ്ടുവച്ച ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ പായല വരുന്നത്. അത് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, 6 മാസം പ്രായമായ കുട്ടിയുണ്ട്, ഗർഭിണികളുണ്ട്, വയ്യത്തെ രോഗികളൊക്കെ ഉള്ള ഇതിലാണ് ഇത്രയും കഷ്ടപ്പെട്ട് ആ വെള്ളം കുടിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ തന്നെ അത്രയും നല്ലൊരു കാര്യമായിരുന്നു. ആനമൂളി ഊരിലുള്ളവർ ശുദ്ധജലത്തിനായി നരകയാതനയാണ് അനുഭവിക്കുന്നതെന്ന് പൊതുപ്രവർത്തകൻ രതീഷ് ബാബു പറഞ്ഞു. പുലർച്ചെ മുതൽ സന്ധ്യയാകുന്നതുവരെ വെള്ളത്തിനായുള്ള അലച്ചിലാണ്. നിരവധി പദ്ധതികൾ ആദിവാസികളുടെ പേരിൽ നടപ്പാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കോളനിയിലേക്ക് എത്തുന്നില്ല. കോളനിക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും രതീഷ് ബാബു പറഞ്ഞു. ഇത്തരം ദുരവസ്ഥ അനുഭവപ്പെടുന്ന ഒരു കോളനിയാണ് ഈ ആനമൂളി ഈ ST കോളനിയിൽ നമ്മൾ കണ്ടുവരുന്നത്. എന്നാണ് പറഞ്ഞാൽ ഇവർക്ക് ഈ കുടിവെള്ളം, ഈ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളം തെങ്കര ഗ്രാമപഞ്ചായത്തിൽ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കോളനിയിലെല്ലാം ഈ തെങ്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒട്ടനവധി ഭാഗങ്ങളിൽ എവിടെയും കുടിവെള്ളമില്ലാത്തൊരു പ്രശ്നം ഇപ്പം നിലനിൽക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഇപ്പോൾ BJPയുടെ 4 മെമ്പർമാരവിടെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കാലമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടി ഈ കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവുള്ള ഹൈമാസ്റ്റ് ലൈറ്റും കത്തുന്നത് മിന്നുങ്ങിനെ പോലെ. 12 LED ബൾബുകളുള്ള ലൈറ്റിൽ 2 മാത്രമാണ് കൃത്യമായി പ്രകാശിക്കുന്നുള്ളൂ. രാത്രിയായാൽ സമീപത്തെ കടകളിലെ വെളിച്ചം മാത്രമാണ് ഇതുവഴി പോകുന്നവരുടെ ആശ്രയം. ദേശീയപാതയിൽ ആര്യമ്പാവ് സെൻറ്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തെളിയുന്ന കാഴ്ചയാണിത്. 12 LED ബൾബുകളുള്ള ലൈറ്റിലെ 2 മാത്രമാണ് കൃത്യമായി തെളിയുന്നത്. 4 ഇടവേളകൾ അനുസരിച്ച് മിന്നിയാണ് കത്തുന്നത്. ബാക്കിയുള്ള 6 എന്നോ പണിമുടക്കിയിരിക്കുന്നു. 24 മണിക്കൂറും യാത്രക്കാരും വാഹനങ്ങളും കടന്നു പോകുന്ന ഭാഗമാണിത്. ലൈറ്റിൻ്റെ അഭാവം രാത്രിയിൽ ഇവർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. കടകളിലെ ലൈറ്റുകൾക്ക് ചൂട്ടിലാണ് ആളുകൾ ഇപ്പോൾ നിൽക്കാറ്. 2015-2016 വർഷത്തിൽ N. ഷംസുദ്ദീൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് ഈ ലൈറ്റ്. 5 വർഷത്തെ അറ്റകുറ്റപ്പണിക്കുള്ള ചുമതല മാത്രമാണ് നിർമ്മാണ കമ്പനിക്കുള്ളത്. അത് കഴിഞ്ഞ മുറയ്ക്ക് ഇനിയുള്ള ചുമതല കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിൻ്റേതാണ്. ലൈറ്റിൻ്റെ പ്രവർത്തനം താളം തെറ്റിയിട്ട് മാസങ്ങളായിട്ടും നന്നാക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. എത്രയും പെട്ടെന്ന് ലൈറ്റ് നന്നാക്കാനുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കണമെന്ന് വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും ആവശ്യപ്പെട്ടു. കോട്ടോപ്പാടം പഞ്ചായത്തിലെ മാത്രമല്ല അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലും ഈ കാലയളവിൽ സ്ഥാപിച്ച ലൈറ്റുകളുടെ സ്ഥിതി സമാനമാണ്. വാണിയംകുളം പനയൂർ എടക്കോട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം നടന്നു. പാലക്കോൾ പ്രവീൺ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഏപ്രിൽ 16 മുതൽ 21 വരെ നീണ്ടുനിന്ന പ്രതിഷ്ഠാകർമ്മ ചടങ്ങുകൾക്കാണ് സമാപനമായത്. ഭജനമഠത്തിൽ നിന്നും ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാക്കി മാറ്റുന്ന പ്രതിഷ്ഠാ മഹോത്സവ ചടങ്ങുകൾ ഞായറാഴ്ച നടന്നു. ശബരിമല മുൻ മേൽശാന്തിമാരും ഗുരുവായൂർ മേൽശാന്തിമാരും പങ്കെടുത്ത പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പാലക്കോൾ പ്രവീൺ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
തുടർന്ന് തൃശൂർ പൂരം ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ 35-ൽ പരം കലാകാരന്മാർ അണിനിരന്ന അതിഗംഭീര പഞ്ചാരിമേളവും അരങ്ങേറി. തുടർന്ന് അന്നദാനവുമുണ്ടായി. എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സി സന്തോഷ്, സെക്രട്ടറി രാജേഷ് എന്നിവർ പറഞ്ഞു. ചെർപ്പശ്ശേരി മഞ്ചക്കല്ലിൽ പെട്രോൾ പമ്പിന് പിറകുവശത്തുള്ള കുന്നിൻ മുകളിൽ തീപിടുത്തം. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. അടിഭാഗത്തെ ഉണങ്ങിയ പുൽക്കാടുകൾക്കാണ് തീ പടർന്നത്. ഇത് പിന്നീട് മുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. SYS പട്ടാമ്പി സോൺ കമ്മിറ്റി ക്യാബിനറ്റ് സഞ്ചാരം സംഘടിപ്പിച്ചു. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബറിൽ തൃശ്ശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ചുറ്റുപാടുകളെ മനസ്സിലാക്കി വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ട് പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. SYS പട്ടാമ്പി സോൺ ക്യാബിനറ്റ് അംഗങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് ആലപ്പുഴയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കുകയും കാർഷിക പ്രകൃതി വിഭവ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തു. സഞ്ചാരത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ വേമ്പനാട് കൈഗിരി കായലുകളിലൂടെ ഏകദിന ബോട്ട് സവാരിയും നടന്നു. ബോട്ട് കിസ്സ, പുസ്തക ചർച്ച, കായലീണം, പ്രഭാതബേരി, പദ്ധതി പഠനം, ഫിറ്റ്നസ് ഫീഡ്ബാക്ക്, സൗഹൃദയാനം തുടങ്ങി വിവിധ സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി നടന്നു. SYS പട്ടാമ്പി സോൺ ക്യാബിനറ്റ് അംഗങ്ങളായ സിദ്ദിഖ് സഖാഫി വല്ലപ്പുഴ, ഉസ്മാൻ സഖാഫി കോഴിക്കോട്ടിരി, UA റഷീദ് അസരി, ഷക്കീർ കാരക്കാട്, ഷരീഫ് സുഹരി, അസൈനാർ അസനി, അബ്ദുൽ ഗഫാർ അസനി, ഷിഹാബുദ്ദീൻ അഷ്റഫി, മർസൂബ് പൊയിലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. വല്ലപ്പുഴ കുറുവട്ടൂർ ശിവ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ, മേളം എന്നിവയുണ്ടായി. വൈകിട്ട് വിവിധ ദേശകമ്മിറ്റികളുടെ വേലവരവ് നടന്നു. ഇണക്കാളുകൾ വേലക്കണ്ടത്തിൽ അണിനിരന്ന ശേഷം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തേർവരവും ഉണ്ടായി. രാത്രി നാടകവും അരങ്ങേറി. കൊടും ചൂടിൽ നാടും നഗരവുമെല്ലാം വെന്തുരുകുമ്പോൾ പച്ചപ്പും പൂക്കളുടെ സൗന്ദര്യവുമുള്ള ചില ഗ്രാമീണ കാഴ്ചകൾ കാണാം. സഹ്യ മലനിരകൾക്ക് താഴെ തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗത്തു നിന്നാണ് മനക്കുളിരുന്ന ഈ കാഴ്ച. കരിങ്കലത്താണി ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. പലയിടങ്ങളിലും വേനൽ മഴ ലഭിച്ചെങ്കിലും കോട്ടോപ്പാടം, അലനല്ലൂർ മേഖലകളിൽ ഇതുവരെ മഴ കിട്ടിയിട്ടില്ല. ചൂട് അതികഠിനമായി തുടരുമ്പോഴും ബാംഗ്ലൂർ ഡേസി പൂക്കൾ പൂവിട്ട് നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗങ്ങളിലെ തരിശായി കിടക്കുന്ന കൃഷിഭൂമികളിലുള്ളത്. സഹ്യമലനിരകൾക്ക് താഴെ നേരിയ പച്ചപ്പിൽ മഞ്ഞനിറം പൂകിയുള്ള പൂക്കളുടെ നിൽപ്പ് ആരുടെയും മനം കവരും. പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതിന് സമീപം കുട്ടികൾ സായാഹ്നത്തിൽ ഫുട്ബോൾ കളിക്കുന്ന ആ വിദൂര കാഴ്ച ഈ മലയോര ഗ്രാമത്തിന് കൂടുതൽ ചന്തം ചാർത്തുന്നു. സഹ്യമലനിരകളിലെ മരങ്ങളെല്ലാം ഇലപൊഴിച്ച് മഴ കാത്തിരിക്കുന്ന സമയം കൂടിയാണിത്. മലകളാൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാൽ പ്രകൃതി ചൂഷണങ്ങൾ ഇല്ലാത്ത ഗ്രാമമാണ് ഇരട്ടവാരി, കരടിയോട് പ്രദേശങ്ങൾ. സ്വാദിഷ്ടമായ ഭക്ഷണം വിളമ്പുന്ന റോയൽ കാറ്ററിംഗ് സർവീസിൻ്റെ കിരീടത്തിലേക്ക് മറ്റൊരു പൊൻതൂവൽ കൂടി. ഓൾ കേരള ഇവൻറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സൈലൻറ്റ് ഹീറോസ് അവാർഡ് 2024
ഏറ്റവും നല്ല ബെസ്റ്റ് കാറ്ററിംഗ് സൊല്യൂഷൻ ഇൻ കേരള കാറ്റഗറിയിൽ 1ാം സ്ഥാനം നേടി റോയൽ കാറ്ററിംഗ് സർവീസ്. ഭക്ഷണപ്രിയരുടെ വയറും മനസ്സും ഒരേപോലെ നിറയ്ക്കുന്ന രുചികരമായ ഭക്ഷണം നൽകുന്ന റോയൽ കാറ്ററിംഗ് സർവീസിനെ തേടിയെത്തിയിരിക്കുകയാണ് മറ്റൊരു അവാർഡ് കൂടി. ഓൾ കേരള ഇവന്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സൈലന്റ് ഹീറോസ് അവാർഡ് 2024 ഏറ്റവും നല്ല ബെസ്റ്റ് കാറ്ററിംഗ് സൊല്യൂഷൻ ഇൻ കേരള കാറ്റഗറിയിൽ 1ാം സ്ഥാനത്തിന് അർഹരായിരിക്കുകയാണ് റോയൽ കാറ്ററിംഗ് സർവീസ്. കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ റോയൽ കാറ്ററിംഗ് സർവീസ് ഒറ്റപ്പാലം കൊച്ചി മാനേജിംഗ് ഡയറക്ടർ PV അനീസ് EMAK പ്രതിനിധിയിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി. ബെസ്റ്റ് കാറ്ററിംഗ് സൊല്യൂഷൻ, ബെസ്റ്റ് ഡെസേർട്ട് എക്സ്പെരിമെൻറ്റ്, ബെസ്റ്റ് ഇന്നൊവേറ്റീവ് ഫുഡ് കാറ്റഗറി എന്നീ വിഭാഗങ്ങളിലും റോയൽ കാറ്ററിംഗ് അവാർഡ് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക്. പരസ്യ പ്രചാരണം ബുധനാഴ്ച വരെ. വോട്ടുറപ്പിക്കാനുള്ള അവസാന തത്രപ്പാടിൽ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും. തിരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. വോട്ട് ചെയ്ത പരിശോധനകൾക്ക് ശേഷം സീൽ ചെയ്ത EVMകൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. ഭരണാധികാരികളുടെ നേതൃത്വത്തിലായിരുന്നു കമ്മീഷൻ. പിക്കപ്പ് വാനിൽ വാഴക്കുലകൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിയ 152 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നാട്ടുകൽ പോലീസ് പിടികൂടി. 2 പേർ അറസ്റ്റിൽ. ഇവർ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരെന്ന് പോലീസ്. വേനൽ കത്തുന്നു. കുടിവെള്ളമില്ലാതെ നട്ടം തിരിഞ്ഞ് ആദിവാസി ഊരുകളും. ആനമൂളി കോളനിയിൽ 25ഓളം കുടുംബങ്ങൾ വെള്ളമില്ലാതെ ദുരിതത്തിൽ. കുടിക്കുന്നത് പുഴയിൽ ചെറിയ കുഴികളുണ്ടാക്കി ഊറി വരുന്ന വെള്ളം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.